ഇതാ മെറ്റീരിയൽ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് 7.5 ഇഞ്ചാണ് കേട്ടോ. ലെങ്ത്ത് എടുക്കുന്നത് ആ ഒരു 7.5 ഇഞ്ചൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ചും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വെച്ച് ഒരു 8 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ എടുക്കുന്നത് 4 ഇഞ്ചാണ്. അതുപോലെ ആം ഹോൾ എടുക്കുന്നത് 4 ഇഞ്ചാണ്. ചെസ്റ്റ് എടുക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. ചെസ്റ്റ് എടുക്കുന്നത് പിന്നെ തയ്യൽ തുമ്പിന് ഒരു 1.5 കൂടി കൂട്ടിക്കൊടുക്കാം. അപ്പോൾ 6.5 ഇഞ്ച്. താഴത്തെ വണ്ണം എടുക്കുന്നത് 5 ഇഞ്ചാണ്. 5 ഒന്നിച്ച് 1 ഇഞ്ചും കൂടി തയ്യൽ തുമ്പിന് കൂട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നെക്ക് വിടുത്ത് നോക്കാം. 2 ഇഞ്ച് എടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് ഒരു 2.5 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല വീതിക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാം കേട്ടോ. അതിന് മുമ്പേ നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് സാധാരണ ആം ഹോൾ അങ്ങനെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ വീതിയാണ് വേണ്ടതെങ്കിൽ ഞാനിതാ ഇവിടെ ഒരു ഇഞ്ച് വീതി എടുക്കുന്നുണ്ട്. 1 ഇഞ്ച് വീതി എടുത്തിട്ട് ആ 1 ഇഞ്ചിൽ നിന്ന് നമുക്കിതാ ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്നിങ്ങനെ കുഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ നെക്കും കൂടി കട്ട് ചെയ്യണം. നെക്ക് ഇപ്പോൾ നമ്മൾ റൗണ്ട് നെക്കാണ് എടുക്കുന്നതെങ്കിൽ റൗണ്ട് നെക്ക്, അല്ലാണ്ട് വി നെക്കാണ് എടുക്കുന്നത് വി നെക്ക്. അത് എങ്ങനെ വേണം കട്ട് ചെയ്യാം. നമുക്കത് മെയിൻ ക്ലോത്തും കൂടി ഒന്നിച്ച് വെച്ചിട്ട് കട്ടാക്കാം. അതിന് മുന്നേ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതാ ഈ ബാക്ക് വശം മാറ്റി കൊടുക്കാം കേട്ടോ. ബാക്ക് വശം മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് ഈ നമ്മുടെ ആം ഹോൾ ഇവിടെ വരച്ചില്ലേ, ബാക്ക് വശം സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതുപോലെ ഈ ആം ഹോളിൽ ഇടുന്നത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്കൊന്ന് സ്ട്രെയിറ്റിൽ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് വശം നമുക്ക് ബട്ടനാണ് വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഫ്രണ്ട് വശത്തേക്കുള്ള മെയിൻ ക്ലോത്തും കൂടി ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് ഇവിടെ നെക്ക് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ എന്നിട്ട് നമുക്കിപ്പോൾ നെക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിത് ഇതുപോലത്തെ 2 വള്ളി കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല തുണീൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ അടിക്കേണ്ടത്. നല്ല തുണീൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്കിത് ഈ ഒരു വള്ളി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ അടിക്കുക. പിന്നെ നെക്ക് അടിക്കുക. അതുപോലെ ഈ ഓപ്പോസിറ്റ് വരുമ്പോൾ ആ വള്ളിയും കൂടി അടിച്ചെടുക്കാം. അങ്ങനെ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഈ വള്ളി ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതുപോലെ ഈ ഓപ്പോസിറ്റ് ഭാഗത്തും വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ലൈനിങ് വെച്ചിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ മൊത്തത്തിൽ അത് കണക്ക് അടിച്ചെടുത്തു. ഇനി നമുക്കിത് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലെ കട്ടിട്ടിട്ട് നമുക്ക് മറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനതുപോലെ ഈ ഒരു സൈഡ് 2 സൈഡും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. നൂല് വലിയൊരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഈ 2 സൈഡും കൂടി അടിച്ചെടുത്തത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കവറായിട്ട് പോകുമല്ലോ, അതുകൊണ്ടാണ് അതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്.
അതിനുശേഷം ഇവിടെ ലേസ് വെച്ച് കൊടുക്കുകയാണ്. ഈ ലേസ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചു കേട്ടോ. 18 മീറ്ററിൻ്റെ 2 ബണ്ടിൽ ഇത് കണക്കത്തെ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ട ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു സൈഡിൽ, ഈ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് പിന്നെ ഈ നെക്കിലേക്കും അതുപോലെ ഓപ്പോസിറ്റ് ആം ഹോൾ, അങ്ങനെയാണ് അവർ മോഡൽ അയച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ബാക്ക് വശം, ബാക്ക് വശത്തിന് ഇത് നല്ല വശത്തിൽ ഇത് ലൈനിങ് വെച്ചിട്ട് ഇത് നമുക്ക് വെറുതെ ഒരു അടി കൊടുക്കുന്നത്. കാരണം ഈ തൈകൾ തുമ്പ് വരുന്നില്ലേ, ആ ഭാഗമാണ് ജസ്റ്റ് കവർ ചെയ്ത് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അടി ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഇവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതൊന്നും ഇങ്ങനെ നേരെ ആക്കി കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ബാക്ക് വശം, ആ ബാക്ക് വശത്തിൻ്റെ മുകൾ വശമാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് വരുന്നത് നമ്മുടെ ബാക്ക് വശത്തിൻ്റെ മുകൾ വശം, ഇത് സൈഡ് വശം. ഇനി ഇവിടെ നമുക്ക് ഇതുപോലെ രണ്ടും കൂടി ഒരു അടി കൊടുത്തിട്ട് നമുക്ക് അവിടെ പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബാക്ക് വശം ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിൽ പീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ പീസ് ഒന്ന് 2 ഇഞ്ച് വീതിക്കും ഒന്ന് 3 ഇഞ്ച് വീതിക്കും വന്നിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് 2 സൈഡിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. സൈഡും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് 2 സൈഡും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ താഴത്തെ പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. താഴത്ത് പീസ് വെക്കാൻ വേണ്ടി 2 ഇഞ്ച് വീതിക്ക് ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിതാ എല്ലാ ബ്ലൗസിൻ്റെ ഇടയിൽ ഞാൻ പീസ് വെക്കുന്നത് കാണാറില്ലേ, ഇതുപോലെ ഇങ്ങനെ അടിക്കുക, പതിച്ചടിക്കുക, ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മറിച്ചടിക്കുക, അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിതിവിടെ ലേസ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ B7000 ഗം ഉപയോഗിച്ചിട്ടാണ് ലേസ് ഒട്ടിച്ചത്. സീക്വൻസ് ഒട്ടിച്ചില്ല, അതും ഗം വെച്ചിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയത്, ഭംഗിയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയെന്നുള്ളൂ. അപ്പോൾ സീക്വൻസ് ഇതുപോലെ ഗമ്മ് എടുത്തിട്ട് അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. താഴത്തേക്കുള്ള സ്കേർട്ടിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ള വെച്ചാൽ അവർ 13 ഇഞ്ചാണ് ടോട്ടൽ പറഞ്ഞത്. ഇതൊരു 9.5 എടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ ഒരു ബ്ലൗസിൻ്റെ അതേ സെയിം കളർ ചെറിയൊരു ഇതുപോലെ കൊടുക്കാനുണ്ട്. പിന്നെ മീത്ത നമുക്ക് പിന്നെ ഇത് പട്ട വരാനില്ലേ, അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് വീതി എടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് വീതിയും അതുപോലെ ഏകദേശം ഒരു 8-ൻ്റെ അടുത്ത് ഒരു ഇഞ്ച് തയ്യൽ തുമ്പോൾ ഒരു 8 ഇഞ്ചോളം ഞാൻ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചധികം ബട്ടൺസ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് മെഷർമെൻറ്റ് അവർ അയച്ചില്ല, അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു കണക്കിന് എടുത്തതാണ് കേട്ടോ. ഇപ്പം ഇത്ര വരുന്ന സമയത്ത് അത്ര മതിയാവും എന്ന് തോന്നുന്നു. അതേപോലെ താഴത്ത് വെക്കേണ്ട പീസ് ഞാൻ 4 ഇഞ്ച് വീതിക്കാണ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഇതിൻ്റെ അടിവശം 2ആയിട്ട് മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ ഫ്രില്ലിടാം. ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ഇത് ഇവിടെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഫുള്ളായിട്ട്. അങ്ങനെ അടിവശത്ത് നമ്മൾ ആ ഒരു ബ്ലൗസിന് ഇതൊക്കെ വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ആ ഒരു പീസ് എടുത്തില്ല, പീസിൽ നമ്മൾ തയ്യെത്തുമ്പോൾ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ആ പാവാടേനെ സ്കേർട്ടിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി അടിച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഭാഗത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് പറയാത്തത് കേട്ടോ. ഇനി നമുക്ക് ആ സൈഡൊക്കെ നമുക്കൊന്ന് മടക്കിയിട്ടൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഞാൻ വെക്കണം അത്രേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഡ്രസ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. ജാനീസ് ഡിസൈൻ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക്